നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എടാ വിരിയൊന്ന് എഴുന്നേക്ക് മോനെ. ഇന്ദ്രൻ വന്ന് കാത്തു നിൽക്കുന്നുണ്ടല്ലോ ഇങ്ങനെ വിളിക്കുന്നേ. എഴുന്നേറ്റ്. എന്റെ അമ്മ ഇന്ദ്രനൊരു ചായയൊക്കെ കൊടുത്ത് അവിടെ ഇരിക്കാൻ പറ, ഞാൻ അങ്ങോട്ട് വരാം. ഇവന്റെ ഒരു കാര്യം, അവൻ എന്തോ അത്യാവശ്യം ഉള്ളത് കൊണ്ടല്ലേ രാവിലെ തന്നെ ഇങ്ങനെ വന്ന് വിളിക്കുന്നേ. ഈ അമ്മയെ കൊണ്ട് തോറ്റല്ലോ ദൈവമേ. ഗുഡ് മോർണിംഗ് വിനയ. ആ ഇന്ദ്ര, നീ ഇങ്ങോട്ട് കേറി വന്നത് നന്നായി ഇന്ദ്ര. ഇവനെ ഉണർത്തി കൊണ്ടുവരാൻ വലിയ പാടാ. അമ്മ പോയി 2 ചായ ഇട്ടോണ്ട് വാ. പെട്ടെന്ന് വാ. നീ അങ്ങോട്ട് ഇരിക്കും, ഞാൻ ചായ എടുത്തിട്ട് വരാം. വാ ഇരിക്കടാ. ഞാൻ വിനയനെ വിളിച്ചിരുന്നു. ആ നീ ഫോൺ എടുക്കാത്തതിന്റെ ടെൻഷനിൽ ഓടി വന്നതാ. ആണോ? എടാ ഫോണ് സൈലന്റ് ആയിരിക്കണം, ഞാൻ അറിഞ്ഞില്ല. എന്തായി വിനയ, നീ നോക്കിയോ? പുലരുന്നത് വരെ അത് തന്നെയായിരുന്നു ജോലി. 2 ക്യാമറയിലെയും ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഭാഗ്യം. ആ ദൃശ്യങ്ങളിൽ സംശയിക്കാവുന്ന വല്ലതും കണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് സംശയിക്കത്തക്കതായിട്ടൊന്നും കണ്ടില്ല. പിന്നെ കുറച്ചൊരു രഹസ്യ സ്വഭാവമുള്ള നീക്കം പോലെ തോന്നിയത് നിന്റെ അമ്മയുടെ ഒരു വിഷ്വലാ. അതെന്തായിരുന്നു? സുശീല ആന്റി ആരും കാണാതെ വീടിന്റെ പുറകുവശത്തേക്ക് പോകുന്നതും പിന്നെ തിരിച്ചു വരുമ്പോ സാരിയുടെ മുന്താണിയിൽ പോയി എന്തോ കൊണ്ടുവരുന്നതും കാണാം. ആ വരവിൽ എന്തോ ഒളിക്കുന്ന ലക്ഷണമുണ്ട്. അത് എന്നൊന്ന് കാണിക്കാവോ വിനയ? പിന്നെന്താ കാണിക്കാം. നിനക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഈ ഉറക്കം ഇളച്ചിരുന്ന് വിഷ്വലൊക്കെ എടുത്തു വെച്ചത്. തൽക്കാലം അത് മാത്രം കണ്ടാൽ മതിയല്ലോ അല്ലേ? മതി, തൽക്കാലം അതൊന്ന് നോക്കാം. ആ വിനയ, ഇതെന്തായാലും ഒരു തെളിവാ. അമ്മ പോയി എടുത്തുകൊണ്ട് വന്നത് അനു സൂക്ഷിച്ച കീടനാശിനിയുടെ ബോട്ടിലായിരിക്കും. എന്നുവെച്ചാ അനുപമ സൂക്ഷിച്ച കീടനാശിനി സുശീലാന്റി എടുത്തോണ്ട് വന്ന് അവരുടെ തന്നെ ആഹാരത്തിൽ ചേർത്ത് കഴിച്ചതാണോ നീ പറഞ്ഞു വെച്ചത്? അങ്ങനെയൊക്കെ സംശയിക്കേണ്ട സാഹചര്യമാണ് വിനയ. പക്ഷേ അത് തെളിയിക്കണമെങ്കിൽ അടുക്കളയിൽ വെച്ചിരിക്കുന്ന ക്യാമറ കൂടി പരിശോധിക്കണം. അത് ശരിയാ. ഈ അടുക്കളയിലെ ക്യാമറ ദൃശ്യങ്ങൾ കൂടി എടുക്കാൻ പറ്റിയ പിന്നെ വേറൊരു തെളിവും വേണ്ടി വരില്ല. വിനയ, നമുക്കിപ്പോൾ തന്നെ അത് പോയി എടുത്താലോ? 10 മണിക്ക് മുന്നേ തെളിവുകളുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയാൽ മാത്രമേ അനുവിനെ എനിക്ക് രക്ഷിക്കാൻ കഴിയൂ. ക്യാമറ എടുക്കുമ്പോൾ സുശീലാന്റി പ്രശ്നം ഉണ്ടാക്കില്ലേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇനി അമ്മയെ പേടിച്ചിരുന്നാൽ അനു ജയിലിൽ പോകുന്നത് ഞാൻ കാണേണ്ടി വരും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പൊ തന്നെ പോയിട്ട് ആ ക്യാമറ അഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കും. അപ്പോഴേക്കും ഞാനൊന്ന് കുളിച്ചിട്ട് റെഡിയായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വരാം. ഞാനതൊരു വെയിറ്റ് ചെയ്യാം വിനയ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. അത് വേണ്ട ഇന്ദ്ര, നമ്മൾ ഒരുമിച്ച് കയറി ചെല്ലുന്നതിനേക്കാൾ നല്ലത് ഇന്ദ്രൻ വീട്ടിലുള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി വരുന്നതാ. വിനയ, അത് നീ വരാൻ താമസം എല്ലാം പൊളിയും. എടാ, നിനക്കും അനുപമയ്ക്കും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് 10 മണിക്കല്ലേ? അതിനു മുമ്പ് ക്യാമറ ദൃശ്യങ്ങൾ ഞാൻ എടുത്ത് തന്നിരിക്കും. അതുപോലെ ഞാൻ ആ ലാപ്ടോപ്പുമായിട്ട് അങ്ങോട്ട് വരാൻ പോകുന്നത്. പിന്നെ എന്തിനാ ഈ പേടിക്കുന്നേ? നമുക്ക് അവിടെ വെച്ച് തന്നെ ദൃശ്യങ്ങൾ കണ്ടൂടെ? വിനയ, എങ്ങനെ വരും? നിനക്ക് വണ്ടിയില്ലല്ലോ. അതൊക്കെ ഞാനൊരു ഫോൺ ചെയ്താൽ ഓട്ടോക്കാര് പറന്നു വരും. ശരി, എന്നാ നീ കാശ് കയ്യിൽ വെച്ചോ, എന്തായാലും ആവശ്യം വരും. ഇതൊക്കെ വേണോടാ? ഇരിക്കട്ടെ വിനയ, എൻ്റെ ഒരു സമാധാനത്തിനാ. ശരി, എന്നാ പിന്നെ നീ സമാധാനത്തോടെ പോക്കോ. ഞാൻ കൃത്യസമയത്ത് അവിടെ എത്തി. ഓക്കെ, ശരി.